കരുവന്നൂരിലെ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് ED. കരുവന്നൂരിലെ തട്ടിപ്പ് പണം CPM അക്കൗണ്ടുകളിലുമെത്തി. ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദിയെന്നും ED. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ED പറയുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് അരവിന്ദാക്ഷന്റെ ഇപ്പോഴത്തെ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒപ്പം തന്നെ CPMന്റെ അക്കൗണ്ടുകളിലേക്കും പണമെത്തി എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളും ED വ്യക്തമാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ദിനേശ്, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വലിയൊരു മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് എന്നാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. ഇന്ന് PR അരവിന്ദാക്ഷന്റെയും CK ജിപ്സിന്റെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ED ഈ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് കോടതിയിൽ പറഞ്ഞത്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നത CPMന്റെ നേതാക്കൾക്ക് പങ്കുണ്ട്. ഇക്കാര്യം നേരത്തെ ED കോടതിയിൽ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തു നിന്നുള്ള രാഷ്ട്രീയക്കാരിൽ തട്ടിപ്പിൽ ഉത്തരവാദികളാണ് എന്നുകൂടി ED വ്യക്തമാക്കിയുണ്ടായിരുന്നു. കൂടാതെ തന്നെ അനധികൃത വായ്പകൾക്കായി അരവിന്ദാക്ഷൻ ഈ കരുവന്നൂർ ബാങ്കിലെ ഭരണസമിതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടും ED പറയുന്നുണ്ട്. സതീഷ് ഈ കേസിൽ ആദ്യമായി പിടിയിലായ അല്ലെങ്കിൽ ഇതിലെ മുഖ്യപ്രതി എന്ന് ED വിശേഷിപ്പിക്കുന്ന സതീഷ് കുമാറിന്റെ അനധികൃത ഇടപാടുകൾക്ക് വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാനായിട്ട് അരവിന്ദാക്ഷൻ ഇടപാടുകൾ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് നടത്തിയ വാദങ്ങൾക്കിടയിലാണ് ED ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. കൂടാതെ ഈ CPMന്റെ പുറത്തുള്ള രാഷ്ട്രീയക്കാരും ഈ ഒരു ഭരണസമിതി തട്ടിപ്പിന്റെ ഭാഗമായി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും ED വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഏതൊക്കെ CPM നേതാക്കളാണ് ഇതിൽ ഇടപെട്ടത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ദിനേശ്, ഏതായാലും ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഇവരുടെ ആദ്യമേ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ED ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ED വ്യക്തമാക്കിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ CPM നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം. അതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് PR അരവിന്ദാക്ഷൻ അറസ്റ്റിലാവുന്നു. ഒപ്പം തന്നെ MK കണ്ണൻ അടക്കമുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകുന്നു. കൂടാതെ തന്നെ നേരത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വർഗീസിനടക്കം ഈ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഇപ്പോൾ PR അരവിന്ദാക്ഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED പ്രധാനമായിട്ടും ഇയാളുടെ ജാമ്യാപേക്ഷയും എതിർക്കുന്നത്. ഏതായാലും PR അരവിന്ദാക്ഷന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇനി കൂടുതൽ പേരുടെ പേരുകൾ കൂടി വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിനേശ്.